നമ്മുടെ കുഞ്ഞടുക്കളയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം 2-3 ദിവസമായിട്ട് വീഡിയോ ഒന്നുമില്ല, കുറച്ച് ബിസി ആയിപ്പോയി കേട്ടോ. ഓണമൊക്കെ അല്ലേ, അപ്പം നമുക്ക് കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് എടുത്ത് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് എടുത്തിട്ടുള്ളത് കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളിക്ക, നമ്മുടെ മല്ലിയില അതെല്ലാം കൂടെ ചതച്ചതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇത് അരയ്ക്കാൻ വേണ്ടി ഒഴിക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിരിയും കൂടെ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം കേട്ടോ. അരച്ചതിന് ശേഷം നമ്മുടെ ചിക്കനിലോട്ട് നന്നായിട്ട് നമ്മൾ ചിക്കൻ വരിഞ്ഞിട്ടുണ്ട്, നമ്മൾ കത്തി വെച്ച് അതെല്ലാം വരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. 2 വശം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. 2 മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മൾ വേവിക്കുകയുള്ളൂ കേട്ടോ. നമ്മൾ കുക്കറിലിട്ട് 2 വിസിൽ കേൾപ്പിച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. 2 വിസിൽ കേട്ടാൽ ഉടനെ നമ്മൾ കുക്കർ തുറക്കരുത്. ഒരു 10-20 മിനിറ്റ് അത് അങ്ങനെ ഇരിക്കണം, ആവിയിലിരുന്ന് വേകാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ ഒരു ഉരുളിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടേ അത് തിരിച്ച് മറിച്ചു വിട്ട് വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ആ കുക്കറിൽ വേവിച്ചപ്പോൾ കുറച്ച് ഗ്രേവി ഇല്ലേ, അതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ വറുക്കാൻ ഉപയോഗിച്ച എണ്ണയില്ലേ, അത് ബാലൻസ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഒഴിച്ച് അതിനൊന്ന് വറ്റിച്ചെടുക്കണം. ഈ തിക്നെസ് വേണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ പുറത്തോട്ട് നമ്മൾ ആ ഗ്രേവി ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് നാരങ്ങയുടെ പുളിപ്പ് ഇഷ്ടമാണെങ്കിൽ, ചിലർക്ക് ഈ പുളിപ്പ് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർ ഒരു പീസ് നാരങ്ങയും കൂടി അതിലോട്ട് പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് സവാള ഞുരിഞ്ഞുര കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബെറോട്ട നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണേ. അപ്പോൾ ഒരു വാഴയിലയിലോട്ട് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ദേവുച്ചുവാണ് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ദേവുവിന് ആഹാരം അത്ര അങ്ങോട്ട് പോരാഞ്ഞിട്ട് അവൾ നോക്കിടന്ന് പിടിക്കുന്നത്. കോഴിയുടെ അത്രയല്ലേ ഉള്ളൂ ദേവുവിന് ഇഷ്ടപ്പെട്ട കേട്ടോ. പക്ഷേ വലിയ എരിവൊന്നും ഞാൻ കൊടുത്തില്ല, കാരണം അവൾക്കും മോനും കഴിക്കണ്ടേ. കുറച്ച് എരിവിലൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങൾ 4 പേരും കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ആ ഗ്രേവി ആയിരുന്നു അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഗ്രേവിയിലോട്ട് മുക്കി പൊറോട്ടയും ചിക്കനും പിന്നെ ആ ഗ്രേവിയും കൂടെ കൂട്ടി ഒരു പിടി പിടിക്കണം. നല്ല ടേസ്റ്റാണ്. എൻ്റെ ടെസ്റ്റർ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫുഡി അവനാണ് ഇഷ്ടം. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവന് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കിയാലും ഇഷ്ടമാണ്. പിന്നെ പ്രമോദനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഗീവ് അവേ ഇതോടെ തുടങ്ങിയിട്ടില്ല. നാളെ തൊട്ട് നമുക്ക് ഗീവ് അവേ തുടങ്ങുകയാണ്. അപ്പോൾ നാളെ നമുക്ക് നമ്മുടെ സമ്മാനം കാണിക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു.